അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ അവരുടെ ജീവനോപാധികൾക്ക് മാധ്യമമായ എല്ലാ രേഖകളും അവരുടെ കൈകളിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ്, സർട്ടിഫിക്കറ്റുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പാസ്പോർട്ടുണ്ട്, പല അപേക്ഷകളുണ്ട്. ഈശോയെ, ചില ഹോസ്പിറ്റലുകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ, അതിന് തീരുമാനങ്ങളില്ല. വീടിന് നമ്പറിട്ട് കൊടുക്കാൻ വേണ്ടി നമ്പർ കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്പറിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ രേഖകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കാര്യം കർത്താവ് അടക്കത്തില്ലെന്ന് പറയുന്ന രീതിയിൽ റീസർവേക്ക് വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന രേഖകളുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വിടാനുള്ള ജോബ് ആപ്ലിക്കേഷൻസ്, ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറങ്ങളുണ്ട്. ഈശോയെ, കല്യാണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ കല്യാണക്കുറികൾ. ഇന്ന ദിവസങ്ങൾ കല്യാണം ഉള്ളത് കൊണ്ട് ആ കല്യാണം നടത്താനുള്ള കുറികൾ, ആൾക്കാർക്ക് കല്യാണക്കുറികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മുമ്പുള്ള ആദ്യത്തെ കുറികൾ, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കുറികൾ എൻ്റെ മക്കൾ കയ്യിലെടുക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഈശോയ്ക്ക് മധ്യസ്ഥം വഹിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ആശുപത്രി ചീട്ടുകൾ, മരുന്നിൻ്റെ കുറിപ്പടികൾ, നിങ്ങളുടെ ടിക്കറ്റുകൾ, റെയിൽവേ ടിക്കറ്റാകാം, പ്ലെയിനിൻ്റെ ടിക്കറ്റാകാം, ടിക്കറ്റുകൾ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു.
കർത്താവ് മക്കളുടെ കയ്യിൽ അവർ ഉയർത്തിയിരിക്കുന്ന രേഖകൾ അവരുടെ യാത്രയാണ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഞെരുക്കമാണ്. ഇതിൻ്റെ തടസ്സങ്ങൾ, ഇത് ആര് വരികയാണിത്, ഇത് ഏത് ഓഫീസിലാണ് തടസ്സങ്ങൾ ഇരിക്കണത്, ഏത് നിയമമാണ് എൻ്റെ തടസ്സമായി മാറിയിരിക്കുന്നത്, യേശുക്രിസ്തു നാമത്തിൽ ഞാനത് ബന്ധിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കയ്യിരിക്കുന്ന എല്ലാ രേഖകളും, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ, പാസ്പോർട്ടുകൾ, വിസകൾ, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ജപ്തി നടപടിയുടെ രേഖകൾ, പ്രമാണരേഖകൾ, പട്ടയത്തിൻ്റെ രേഖകൾ, ചിട്ടിയുടെ പേപ്പറുകൾ, കടങ്ങൾ, എന്തെല്ലാം രേഖകളാണോ അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആശീർവദിക്കണമേ. രോഗികളെ ആശീർവദിക്കുന്നു, ജീവിത പ്രതിസന്ധിയിലിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. തൊഴുത്തിലും അതുപോലെ ആനിമൽ ഫാമിലും കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോവുകയും മൃഗങ്ങൾ മരിക്കുകയും പ്രസവിക്കാതെ പ്രസവം മുട്ടിയിരിക്കുകയും വരുമാനം ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലകളും കർത്താവേ, നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്നവരുണ്ട്, കുരുമുളകും ഏലവും ഉൾപ്പെടെ. അതുപോലെ പല പല കായ്ഫലങ്ങൾ വിൽക്കാൻ പറ്റാതെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നവരുണ്ട്, കൂട്ടിക്കിടന്ന് നശിച്ചു പോകുന്നുണ്ട്. തർക്കപ്പുരയിടത്ത് തേങ്ങ മുളച്ച് കിടക്കുന്നവരുണ്ട് കർത്താവേ. ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്തത് കേസായി കിടക്കുന്നവരുണ്ട് ഈശോയെ. അതിന് മേലെല്ലാം എസക്കേൻ്റെ താഴ്വര, അസ്ഥകളുടെ താഴ്വര എന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ട് ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ പോകുന്ന വഴികളിൽ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിനക്ക് സന്ധിപ്പ് സമാധാനം നൽകട്ടെ, സൗഖ്യം നൽകട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ പാപത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റില്ലേ, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ അഡ്രസ്സ് ചെയ്യണം. എപ്പോഴും അത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, അഡ്രസ്സ് ചെയ്യണം. പക്ഷേ അമിത പ്രാധാന്യം നമ്മുടെ ഭൂതകാലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമീപനമല്ല ഈശോയുടേത്. ഞാൻ പണ്ടൊരു ധ്യാനം കൂടിയായിരുന്നു, ഇൻ്റർ ജനറേഷൻ ഹീലിംഗ്. ഞാൻ എൻ്റെ ഇടവകയെ ധ്യാനം നടത്തിച്ചതാണ്. ഞാനവിടെ വന്നും പോയി നിൽക്കുകയായിരുന്നു. എനിക്കത് ഉൾക്കൊള്ളാൻ ഇത്തിരി അതിപ്പോൾ നമ്മുടെ ആന്തരിക സൗഖ്യം പോലെ തന്നെയാണ്. അതിൻ്റെ അടുത്ത സെഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇൻ്റർ ജനറേഷൻ ഹീലിംഗ്. തലമുറ അന്തരധ്യാനം, ആന്തര സൗഖ്യം. അല്ല, തലമുറകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പാപം വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ്. അത് ഈ പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചൊന്നൊരു വചനമില്ലേ എന്ന് ഇനി ആരും പറയത്തില്ല എന്നാണ് കിടക്കുന്നത്. പക്ഷെ അത് അത്ര പറയത്തില്ല. പിതാക്കന്മാരുടെ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ച്. അപ്പോൾ ഇൻ്റർ ജനറേഷൻ ആരെങ്കിലും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ബാധിക്കുമെന്നുള്ളതിന് അമിത പ്രാധാന്യം കൊടുക്കുകയാണ്. അതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള പുതിയ തടവറകൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ, പുതിയ ആത്മീയ തടവറകൾ സൃഷ്ടിക്കുന്നതിന് അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഒരു അപ്പാപ്പന്മാരുടെ കാലത്ത് കൊല്ലും കൊലയാണ് ഉണ്ടായിരുന്നാണ് പറയേണ്ടത്. ഞങ്ങളുടെ പത്താഴത്തിലേക്കിട്ട് ആളെ കൊന്നിട്ടുണ്ട്, ഞങ്ങളുടെ പറമ്പിൽ ആളെ മൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2000 തൊട്ട് 2010 വരെയാണ് ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ അത് സബ്സിഡിയായിപ്പോയി ഇൻ്റർ ജനറേഷൻ. അപ്പോൾ പക്ഷേ ക്രിസ്തു ഈ കഴിഞ്ഞ കാലങ്ങൾക്കൊന്നും അമിത പ്രാധാന്യം കൊടുക്കണില്ല. ലൂക്ക 7:39 അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, അതായത് പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ ഈശോ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. അപ്പം ഇവളുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് പോലും ഈശോയ്ക്ക് അത് ഈ യഹൂദന് പഴയ സ്റ്റാറ്റസും വർത്തമാനകാല സ്റ്റാറ്റസും ഒക്കെ യഹൂദന് പ്രശ്നമാണ്. പക്ഷേ ഈശോ ഈ ഭൂതകാല
ചങ്ങലകളിൽ നിന്നും വർത്തമാനകാല ചങ്ങലകളെയും അമിത പ്രാധാന്യം കൊടുക്കാതെ ആണ് ഈശോ ഭാവിക്കാണ്. ഭാവി എന്ന് വെച്ചാൽ ഈ ഭൂതകാലത്ത് വർത്തമാനത്തിൽ നമുക്ക് തിരുത്താവുന്ന ഒരു പരിധിയുണ്ട്. ഭാവിയെ ആണ് കർത്താവ് എപ്പോഴും നിൻ്റെ ഭാവിയെയാണ് കർത്താവ് എപ്പോഴും നിരീക്ഷിക്കുകയും അത് ക്രമീകരിക്കുകയും ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കും. വളരെ ഈസിയാണത്. ഇപ്പം അമിതമായ കുറ്റബോധങ്ങളൊന്നും ഒരു കുറ്റബോധം സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. പശ്ചാത്താപം ഉണ്ടാകണം തീർച്ചയായിട്ടും. യോഹന്നാൻ 5:14 പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ, അവനെ വെച്ച് തലഭാരോഗിയായിരുന്നു ഇയാളെ. ആ ബെത്സേദ കുളത്തിൻ്റെ കരയിൽ നിന്ന് കിടന്ന രോഗിയാണ്. അവനെ കർത്താവ് അവിടെ സുഖപ്പെടുത്തിയല്ല, പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യും. ഫ്യൂച്ചറാണ് ഈശോ അഡ്രസ്സ് ചെയ്യണത് അവിടെ. അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നല്ലൊരു അപ്രോച്ചാണത്. അതായത് കഴിഞ്ഞുപോയ പാപത്തെ നമുക്ക് ഏറ്റുപറയാനേ പറ്റത്തുള്ളൂ പശ്ചാത്താപത്തോടെ. പക്ഷേ മേലിലുള്ള കാര്യം, വരാൻ പോണ കാര്യങ്ങൾക്ക് നമുക്കത് ഇല്ലാതെ പാപമില്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ആ ഭാവിയെയാണ് ഈശോ അഡ്രസ്സ് ചെയ്യണം, അല്ലാതെ ഇൻ്റർജനറേഷനൊന്നും അല്ല. പുരാതന തലമുറകളെ അല്ല ഈശോ അഡ്രസ്സ് ചെയ്യണത്. ഇതെപ്പോഴും മനസ്സിലുണ്ടാവണം. ജീവിക്കാൻ പാപരഹിതമായി ജീവിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും എളുപ്പമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് സജിനി സാം, ഇതെൻ്റെ മകൾ മരിയ സാം. ഞങ്ങൾ പെരുമ്പാവൂർ പുല്ലുവഴിയിൽ നിന്ന് വരുന്നു. തുരുത്തിപ്പള്ളി പള്ളി ഇടവകാംഗമാണ്. എനിക്കൊരു ഭവനത്തിന് വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. മൂന്നാമത്തെ ഉടമ്പടി പുതുക്കണ സമയത്ത് ഞാൻ നിയോഗം വെച്ചില്ല. പക്ഷേ ഇവിടെ വന്ന് പള്ളിയിലിരുന്ന് അമ്മയുടെ അടുത്ത് മുഖത്ത് നോക്കി ഇന്ന് കുറച്ച് നേരം അങ്ങനെ പറഞ്ഞു. 5ാമത്തെ ഉടമ്പടി പുതുക്കണ സമയമായപ്പോൾ പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് പണി പൂർത്തീകരിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 23-ാം തീയതി എൻ്റെ വീടിൻ്റെ കുദാശയായിരുന്നു. മരിയ കൃപ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മാതാവ്, ഞാൻ ഇവിടുന്ന് 5ാമത്തെ ഉടമ്പടി 3ാമത്തെ ഉടമ്പടി എടുത്ത് ഞാൻ വേളാങ്കണ്ണിക്ക് പോയി. ഇവിടുന്ന് തമിഴ് പത്രവും വാങ്ങി ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു. തിരിച്ചു പോരുന്ന സമയത്ത് പള്ളിയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, എന്നാണ് എനിക്കൊരു ഭവനം ഉണ്ടാവണത്? ഞാൻ യൂറോപ്പിലാണ് ജോലി ചെയ്യണത്. അത് കഴിഞ്ഞ് അത്രയും ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുള്ളൂ. 7-ാം മാസത്തിൽ അവിടെ നിന്ന് 7-ാം മാസമായപ്പോഴത്തേക്കും തിരികെ ഞങ്ങൾ നാട്ടിൽ വന്നു. വീടിൻ്റെ പണി തുടങ്ങി. 2026 ഏപ്രിൽ 23-ാം തീയതി ആയിരുന്നു ഭവനത്തിൻ്റെ കുദാശ. പിന്നെ ഇതെൻ്റെ മകള് മരിയ, അവൾക്ക് കാനഡ PR കിട്ടിയത്. എൻ്റെ പേര് മരിയ സാം. ഞാൻ കാനഡയിലായിരുന്നു. ഞാൻ PR-ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ കനേഡിയൻ ഗവൺമെൻറ്റിൽ കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞു വിടുന്ന ആ സമയമൊക്കെ ആയിരുന്നു. പിന്നെ വർക്ക് പെർമിറ്റ് പോലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കില്ലാത്ത ആ ഒരു ടൈമിലാണ് ഞാൻ ഈ PR-ന് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയും കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യും എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് മാതാവിനോട്, കൃപാസനമ്മയോട് കുറേ പ്രാവശ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനെല്ലാം ഉപരി എൻ്റെ അമ്മയാണ് ഇതിൽ പ്രാർത്ഥിച്ചിരുന്നത്. ആ സമയത്ത് അമ്മയായിരുന്നു ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. അമ്മ പ്രാർത്ഥിച്ചു. അമ്മ ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ PR എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ്, ഞാൻ നിൽക്കുന്ന ഒരു വില്ലേജ് ഏരിയ പോലത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ഈ ടാക്സി ആണെങ്കിലും, അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം 6:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ അവിടെ എൻഡ് ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സി വിളിക്കുക, ടാക്സിക്കൊക്കെ നല്ല കാശാണ്. $20 നമ്മുടെ അടുത്ത് ചോദിക്കുക. 20 അല്ലെങ്കിൽ $30 ഒക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അത്രയൊന്നും എടുക്കാൻ ആ ടൈമിൽ ആകെ ഉണ്ടാക്കുന്ന കുറച്ചാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇത് കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഡ്രൈവേഴ്സ് ലൈസൻസിന് അപ്ലൈ ചെയ്തു. ആ ടൈമിൽ എൻ്റെ എക്സാമിനർ എന്ന് പറയുന്നത് നല്ലൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ എനിക്ക് എല്ലാ കാര്യം കൃത്യമായിട്ട് പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ എക്സാമിനർ ഞാനിപ്പോൾ എൻ്റെ റീജിയനിൽ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ എൻ്റെ എക്സാമിനർ ഭയങ്കര ക്രൂക്കഡാണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ആളാണെങ്കിൽ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ എല്ലാ കോൺഫിഡൻസ് ലെവലും ഡൗൺ ആയിപ്പോയി. പിന്നെ അപ്പം ഞാൻ നേരമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ 2 ആൾക്കാരെയും തരാതെ വേറെ ആരെങ്കിലും തരണം മാതാവിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ
അന്നത്തെ ദിവസം അത് ഡിസംബർ 9th ആയിരുന്നു, ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം അന്നത്തെ ദിവസം ഈ എക്സാമിന് പോകുന്നതിന് മുന്നേ പ്രാവശ്യം കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ആ ടൈമിൽ തന്നെ ഞാൻ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി. പിന്നെ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ലൈക്ക് ഫുള്ളി ഡൗൺ ആയിപ്പോയി. എന്നാ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ രണ്ടും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെയിലടിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വണ്ടി ഓടിച്ച് പോകാമെന്ന് പറയുന്നത്. ആ സമയത്ത് സ്നോയും ഉണ്ട്, എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ എക്സാം ഹാളിലേക്ക് പോയി. എനിക്ക് വന്ന എക്സാമിനർ എന്ന് പറയുന്നത് ഇത് രണ്ടും അല്ല, വേറൊരു എക്സാമിനർ ആയിരുന്നു. ഞാൻ ആ ടൈമിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക കോൺഫിഡൻസ് എനിക്ക് വന്നു. ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പിച്ചു ഞാൻ മാതാവ് എൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ വണ്ടി ഓടിക്കുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ഞാൻ ഇട്ടിരുന്നു. അതേപോലെ തൈലം കുരിശ് വെച്ചിട്ടാണ് ഞാൻ കാറിനുള്ളിൽ കയറിയത്. അങ്ങനെ ഞാൻ പോലും അറിയാത്ത രീതിയിൽ അത്ര സ്മൂത്തായിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ച് പോയതും. ആ സമയത്ത് വെയിലെന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ക്ലിയർ ആയിരുന്നു റോഡൊക്കെ. ഞാൻ മാധവന് 1000 നന്ദി പറയുന്നു ആ കാര്യത്തിൽ. പിന്നെ അതേപോലെ ഞാൻ ഒരു പിസ്സ ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫുൾ ടൈമറായിട്ട്. കാരണം PR വയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കടയിൽ നിന്നാലാണ് നമുക്ക് PR അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഓണർ തന്നെയാണ് ഈ കട കത്തിച്ചതെന്ന് പറയണു. അപ്പോൾ അതിൻ്റെ ഫുട്ടേജൊക്കെ നമുക്ക് നമ്മുടെ ആ ഫേസ്ബുക്ക് പേജിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ആ ഫുൾ ടൈം ജോബ് പോയി $2000 കൂടുതൽ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ 6 മാസമായി 7 മാസമായി ഐ വാസ് ലൈക്ക് കിട്ടില്ല, ഈ സംഭവം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അമ്മ പറയുന്നുണ്ട് ഇത് കിട്ടും, കിട്ടാതെ പോവില്ല. ഞാൻ പറഞ്ഞു അമ്മ ഇത് പ്രാർത്ഥിക്കണ്ട, ഇത് വിട്ട് കളഞ്ഞേരെ, കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അമ്മ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഒരു സ്വർഗസ്നേഹിതാവൊക്കെ ചൊല്ലി. ഇത് അമ്മയ്ക്ക് അറിയുള്ളത് കൃത്യമായിട്ട്. ഇത്രയും രൂപ കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മോൾക്ക് മാത്രമല്ല അവിടെ ജോലി ചെയ്ത് 8-10 പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും കിട്ടണം, എൻ്റെ മോൾക്ക് മാത്രമായിട്ട് വേണ്ട, എല്ലാവർക്കും കിട്ടണം എന്ന്. 10 പേരോളം അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ആ പൈസ കിട്ടണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നോടല്ല എൻ്റെ അപ്പനോട് നീ പ്രാർത്ഥിക്ക്. ആ കടേനെയും ആ കടേൻ്റെ ഓണറിനെയും മനസ്സിലോർത്ത് നീ എൻ്റെ അപ്പനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനൊരു സ്വർഗസ്നായ പിതാവ് ചൊല്ലി. പക്ഷേ പിറ്റേ ദിവസം 3 മണിയായപ്പോൾ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അവിടുത്തെ കടയിലെ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റല്ലേ മരിയ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു കാശ് കിട്ടുമോയെന്ന് ചോദിച്ചു. കിട്ടുമെന്നാണ് തോന്നണേന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു, അമ്മ കാശ് ഫുള്ളും കിട്ടിയിട്ടോ, എല്ലാവർക്കും കിട്ടിയോയെന്ന് ചോദിച്ചു. എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞു. മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ മോൾക്ക് PR വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും മോൾക്ക് മാത്രമല്ല അതുപോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കൾ, അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടെ ചെയ്യാറ്, എന്നെക്കൊണ്ട്, ഞാൻ യൂറോപ്പിലാണ് ജോലി ചെയ്യണത്, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എൻ്റെ വീട് പണിയുന്ന സമയത്ത് ഒരു പള്ളിയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരു പാവപ്പെട്ടവർക്ക് വീട് പണിയുന്നുണ്ട്, അപ്പോൾ അതിനുവേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ ഞാൻ അറിയുന്നൊരു സാർ അവിടെ ഉണ്ടായിരുന്നു. സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ വീടിനുള്ള ഡോറിനുള്ള പൈസ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു. ഞാനത് അയച്ചു കൊടുത്തു. പിന്നെ അനാഥാലയങ്ങൾക്കും പാവപ്പെട്ടവർക്കും ഞാൻ അറിയുന്നതും എന്നെക്കൊണ്ട് പറ്റാവുന്നതുമായ ഒത്തിരി ഫിനാൻഷ്യലി ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ മോളും, അവൾ കാനഡയിലെ ഫുഡ് ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ കട്ടിൽ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അവൾ കട്ടിൽ വാങ്ങിക്കൊടുത്തു. പിന്നെ ഒരു യുദാശ്രീയുടെ പള്ളിയിൽ പെരുന്നാളുടെ സമയത്ത്, അപ്പം ഞാൻ അവിടുത്തെ ആ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, ആർക്കെങ്കിലും പാവപ്പെട്ടവരാരെങ്കിലും പ്രസിഡന്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറേ ഞാൻ ഒരാൾക്ക് പണം എൻ്റെ മോള് തരും, അപ്പോൾ അവളെ തരുമെന്ന് പറഞ്ഞു. അത് അതേപോലെ തന്നെ ചെയ്തു. ആ ചേട്ടൻ ഒത്തിരി വിളിച്ചു സന്തോഷം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെയാണ് കാരുണ്യപ്രവർത്തികൾ ചെയ്തേക്കുന്നത്. ഉടമ്പടി തന്നെയാണ്, ഞാൻ 6 വർഷമായിട്ട് ഉടമ്പടി തന്നെയാണ്. മോൾ ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. പിന്നെ അവിടെ ചെന്നിട്ട് ഉടമ്പടി അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവൾ ലൈറ്റ് ആൻഡ് പ്രെയർ എപ്പോഴും ഇട്ട് പ്രാർത്ഥിക്കും.
എപ്പോൾ ജോലി കഴിഞ്ഞ് എത്ര രാത്രിയിൽ വന്നാലും അവൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം പ്രാർത്ഥന കഴിഞ്ഞ് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവൾ കിടക്കുകയുള്ളൂ. ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ വീടിൻ്റെ പേര് മരിയ കൃപ എന്നാണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ വീടിന് ഒരു രൂപക്കൂട് ഞാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ, ഈശോനെ വെച്ചിരിക്കുന്ന ഒരു രൂപക്കൂട്. എനിക്കത് മാത്രം മതി, അത് കഴിഞ്ഞും മതി വീടിൻ്റെ മറ്റുള്ള അതിൻ്റെ താഴെ നിൽക്കണം എൻ്റെ വീട്. ആ രൂപക്കൂടായിരിക്കണം എൻ്റെ വീടിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്. ഈശോയ്ക്കും മാതാവിനും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ത്രിത്വൈക ദൈവത്തിന് സ്തുതി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 24-ാം തിരുവചനം. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സജിനി മരിയ സാം എന്ന ഈ അമ്മയുടെയും മകളുടെയും പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ കൈവിട്ട കാര്യങ്ങൾക്ക് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം നൽകുന്നതാണ്. ഉടമ്പടി ചെയ്ത ഉടനെ തന്നെ അവർക്ക് മനസ്സിലാകുന്നത് ഇത് ഉടൻ പരിഹാരമെന്നത് എൻ്റെ ജീവിതത്തിലും അത് പ്രത്യക്ഷമായി പ്രകടമായി എന്ന് അവർ ഏറ്റുപറയുകയാണ്. അവർക്കൊരു വീട്, നല്ല വീട് വേണമെന്നുള്ള ആഗ്രഹം വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. 5ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ അവർക്ക് മരിയ കൃപ എന്ന് പേരിടാനുള്ള സാധ്യതകളോടുകൂടിയ ഒരു നല്ല ഭവനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർ വീട് പണി തുടങ്ങുന്നതിനിടയിലെല്ലാം അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടായിട്ടാണ് അവർ പണിതത്. സജിനി പറഞ്ഞതുപോലെ ഈശോയാണ് ഞങ്ങളുടെ വീടിൻ്റെ അട്രാക്ഷൻ. ആര് വന്നാലും വീട് അല്ല നോക്കേണ്ടത്, എൻ്റെ ഈശോയെ എല്ലാവരും ആദ്യം കാണണം, അത് കഴിഞ്ഞേ എൻ്റെ വീടുള്ളൂ. അതാണ് ഒരു നിലപാട്, ഒരു തീരുമാനം എന്ന് പറയുന്നത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണോ ബാക്ക് സൈഡാണോ, എവിടെയാണ് അട്രാക്ഷൻ, ഈശോ മറ്റുള്ളവരെ ആകർഷിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ഉടമ്പടിയിൽ ഒരു പ്രത്യേക നിയോഗവും തീരുമാനവും. ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ മകൾ മരിയ സാമിന് ഒരു വലിയ സാധ്യതയാണ് കനേഡിയൻ PR ലഭിക്കുക എന്നുള്ളത്. 1 മാസം കഴിഞ്ഞപ്പോൾ മകൾക്ക് എല്ലാ സാധ്യതകളും തുറന്ന് നോട്ട് ബൈ മെറിറ്റ്, എനിക്ക് യാതൊരു കിട്ടില്ല എന്നുറപ്പുള്ള ഒരു കാര്യമാണ് മകൾക്ക് കനേഡിയൻ PR നൽകി ഈശോ അനുഗ്രഹിച്ചത്. ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് മകൾ പറയുകയുണ്ടായി. വളരെ വിറയലോടും അത് ചെയ്തിട്ടുള്ളവർക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന്. ഒരു നേരിയ സീറ്റ് ബെൽറ്റ് ഇടാൻ നമ്മൾ ലേറ്റ് ആയാൽ പോലും നമുക്ക് കിട്ടാത്ത ഒരു സംഗതിയാണ് ലൈസൻസ് കിട്ടുക, വളരെ ബുദ്ധിമുട്ടാണ്. സ്നോഫോളുള്ള സമയം, ഡിസംബർ മാസം, അതുപോലെ ലൈറ്റിൻ്റെ വളരെ റിഫ്ലക്ഷനുള്ള സമയം, ഇതൊന്നും ഒരു പ്രതിസന്ധികളൊന്നും അവിടെ ഒരു ബാധ്യതയായിരുന്നില്ല. മകൾക്ക് വളരെ ഈസിയായി ഡ്രൈവ് ചെയ്യാനും ആ ടെസ്റ്റ് പാസ്സാകുവാനും താൻ ആഗ്രഹിച്ച പോലെ തന്നെ വഴിയിൽ യാതൊരു തടസ്സങ്ങളില്ലാതെ നേർച്ച വസ്തുക്കളുടെ വലിയ സാമീപ്യവുമായി, ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യവുമായി മകൾ അവിടെ ചെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുക്കാനും ഈശോ അത് കൊടുത്തു എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ മറ്റൊരു അത്ഭുതത്തെക്കുറിച്ച് മകൾ പറയുന്നുണ്ടായിരുന്നു. പിസ്സ ഹട്ടിൽ അവിടെ വർക്ക് ചെയ്ത് $2000 കനേഡിയൻ ഡോളർ മകൾക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അതൊരു പിസ്സ ഹട്ട് അവിടെ കത്തിപ്പോയപ്പോൾ അവർക്ക് ആ പൈസ ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നവരറിയിച്ചപ്പോൾ ഈ അമ്മ തന്നെ സജിനി മകൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് അവിടെ വർക്ക് ചെയ്തിരുന്ന എല്ലാ മക്കൾക്കും ആ പൈസ, അവർ അധ്വാനിച്ച പൈസ, വേതനം തിരിച്ചു കൊടുക്കണമേ എന്നുള്ളതായിരുന്നു. ഒരു സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ അപ്പയോട് പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധ അമ്മ നിർദ്ദേശിച്ച ആ ഒരു പ്രാർത്ഥന, ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരുടെ $2000 മറ്റു മക്കളുടെ എല്ലാം പൈസ സാങ്ഷനായി എന്നേറ്റു പറയുന്നു. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ വിശേഷവിധിയായി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേറ്റവും വിശേഷവിധിയായി തോന്നിയത് പെരുന്നാൾ നടത്താനുള്ള, ഇടവക പള്ളിയിലെ പെരുന്നാൾ നടത്താനുള്ള പ്രസിദ്ധേന്തിയാകാൻ ആഗ്രഹമുള്ള മക്കളുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ്, മറ്റുള്ളവരുടെ ഒരു ആഗ്രഹം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന, എല്ലാവരും ഒരു പ്രസിദ്ധേന്തിയായി വാഴാനുള്ള ഒരാഗ്രഹം ഉള്ളവരാണ്. പക്ഷേ എൻ്റെ ആഗ്രഹത്തെ മാറ്റി ഞാൻ മറ്റൊരാളെ പ്രസിദ്ധേന്തിയായി വാഴിക്കുക, അവർക്കുള്ള സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതൊരു വലിയ തുറവിയുള്ള ഒരു ജനറസ് ആയിട്ടുള്ളൊരു ഹൃദയത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈശോയ്ക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.
അങ്ങനെ എപ്പോഴും മറ്റുള്ളവരുടെ സാധ്യതകളെ പ്രായോഗികമാക്കാനുള്ള ഒരു വലിയ കൃപ അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുകയാണ്. സജിനിക്കും മരിയയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെ അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞ് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.